പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരും വളരെയധികം യേശുവിനെ ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഹര ദിവസമാണ് ഇന്ന്. ചില ബൈബിളുകളിൽ ഈശോ എന്ന് പറയുന്നു, ചില ബൈബിളുകളിൽ യേശു എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ്? നമ്മെയെല്ലാം പല മതങ്ങളാക്കാനാണോ? അല്ല, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അതാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഒരു ലോകരക്ഷിതാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, അടയാളം വെച്ചിരിക്കുന്നത് പശുത്തൊട്ടിയിൽ കിടക്കുന്നു. പശുക്കുട്ടി കിടക്കേണ്ടടുത്ത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യനായി വന്ന് കിടക്കുന്നു. അതൊരു അടയാളമാണ്. അതായത് അവൻ രക്ഷകനാണ് എന്നുള്ളതിൻ്റെ അടയാളം അതാണ്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു, ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എത്ര വലിയൊരു അത്ഭുതമാണ്! ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ വന്ന് പറക്കാമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നനായി പറക്കാമായിരുന്നു. ഇല്ല, അടയാളം. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശീലകൾ ചുറ്റപ്പെട്ട ഒരു ശിശുവായിട്ട്. അതിൻ്റെ അർത്ഥം, ശീലകൾ ചുറ്റപ്പെടുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ്. പാലസ്തീൻ സംസ്കാരപ്രകാരം, അവിടുത്തെ സംസ്കാരത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി 24 മണിക്കൂറിനും ഉള്ളിൽ അടക്കം ചെയ്യും. ചൂട് ഉള്ള സ്ഥലങ്ങളാണ് പാലസ്തീൻ നാടുകൾ. അതുകൊണ്ട് വേഗത്തിൽ ശീലകൾ ചുറ്റി അതിൻ്റെ മേൽ സുഗന്ധവർഗം പുരട്ടി വീണ്ടും ശീലകൾ ചുറ്റി പൊതിഞ്ഞ് സംസ്കരിക്കും. 24 മണിക്കൂറിനുള്ളിൽ. മറ്റുള്ള ചില തണുപ്പുള്ള രാജ്യങ്ങളിൽ 2 ദിവസം കഴിഞ്ഞാലും ശരീരം ചീയത്തില്ല, അഴുകത്തില്ല. എന്നാൽ പാലസ്തീൻ നാടുകളിൽ ചൂടുള്ള സ്ഥലമായതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശീലകൾ ചുറ്റപ്പെടുന്നത് എന്തിനെ കാണിക്കുന്നു? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കാനാണ് എന്ന് തന്നെയാണ്. യേശു വന്നതേ അതിനാണ്. യേശു ഇവിടെ ജീവിക്കാൻ വന്നതല്ല. പിതാവേ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ക്രൂശിലെ പ്രാർത്ഥന ഒത്തിരി പേർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് യേശുവിനെ ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുത്തി. യേശു അവിടെ നിന്ന് ഓടി വന്ന് ഹിമാലയത്തിലെത്തി, കാശ്മീരിൽ വന്ന് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളുണ്ട്. എന്നാൽ ബൈബിളിൽ വായിക്കുമ്പോൾ, പഴയ നിയമം വായിക്കുമ്പോൾ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമന്ന് മരിക്കുവാൻ വേണ്ടി കടന്നു വന്ന, മാനവജാതിക്ക് വേണ്ടി തൻ്റെ ജീവൻ തരുവാൻ കടന്നു വന്ന, ആടുകൾക്ക് വേണ്ടി നല്ല ഇടയൻ ജീവൻ തരുന്നു. ആ പറഞ്ഞ വചനങ്ങൾ മുഴുവനും നിറവേറ്റാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലുമുള്ളവർ, അല്ലെങ്കിൽ യേശുവിനെ ഓർക്കുന്നവർ അറിയണം, യേശു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു. ആ വാക്ക് തന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ വായിക്കുമ്പോൾ ലൂക്ക 2:11
ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, വിടുവിക്കുന്നവൻ ജനിച്ചിരിക്കുന്നു. മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ. നമ്മൾ പറയില്ലേ, ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ചിലപ്പോൾ ഒരു ബിസിനസ്സിലായിരിക്കും, പല ബിസിനസ് ചെയ്ത് തോറ്റുപോയി. അങ്ങനെയുള്ള വ്യക്തികൾ വേറൊരു ബിസിനസ്സിലോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ പറയും, ഈ ബിസിനസ്സിലെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. പല രാജ്യത്തും പോയിട്ട് പച്ച പിടിക്കാത്തവർ അടുത്ത ശ്രമത്തിന് വേറൊരു രാജ്യത്ത് ചെല്ലും. അവരുടെയും ഉള്ളിൽ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. പല പരീക്ഷകൾ എഴുതി IELTS പോലെയുള്ള പരീക്ഷകളിൽ തോറ്റുപോയ കുഞ്ഞുങ്ങൾ പറയും, ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് ഈ ചാൻസിനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ആശുപത്രികളിൽ കിടക്കുന്ന പല രോഗികളുടെയും ബന്ധുക്കൾ പറയും, ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇന്ന് ഭൂമിയിൽ മനുഷ്യർ പറയുന്ന ഒരു വാക്കാണ്, ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് പുറത്തു വന്നാൽ മതി. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് പൂർണ്ണ രക്ഷ തരുന്ന ഒരു കർത്താവ്. ആ കർത്താവിലോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 1:21, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് കർത്താവ്. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് അന്ന് ജീവിച്ചിരുന്ന, അന്നുണ്ടായിരുന്ന മത നേതാക്കന്മാരെ വളരെയധികം ചൂടാക്കി. ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ ആർക്ക് കഴിയും? എന്നാൽ യേശു പറഞ്ഞു, തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനോട്, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ കാണേണ്ടതിന് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരുവൻ, അവനെ കൊണ്ടുവന്നത് തന്നെ 4 പേര് അവനെ ചുമന്നു കൊണ്ടുവന്നു. യേശു ഒരു വീട്ടിലാണ്. ആ വീട്ടിലോട്ട് കയറാൻ പറ്റാത്ത പോലെ ജനസമുദ്രമാണ്. ആരും മാറിക്കൊടുക്കില്ല. എല്ലാവരും പ്രശ്നങ്ങളിൽ വന്നതാണ്. ഇയാൾക്ക് സ്ഥലം കൊടുക്കുമോ? ഇയാൾ ഇരിക്കാനല്ല വന്നത്, കിടക്കാനാണ്. ഒരു 5 പേരുടെ സ്ഥലം വേണം. ഇയാളെ കൊണ്ടുവന്ന 4 പേരുണ്ട്. 5 4 9, 9 പേരുടെ സ്ഥലം പോക്കാണ്. ഈ 9 പേരും അവിടുന്ന് മാറിക്കൊടുത്താലേ ഇയാളെ ഒന്ന് അവിടെ ഇരുത്താൻ പറ്റും. അപ്പോഴേക്കും 4 പേരും കൂടി അതിൻ്റെ ഇടയിൽ കൂടി കയറും. കാരണം അവരാണ് ചുമന്നുകൊണ്ട് വരുന്നത്. കട്ടിലേ കിടക്കുകയാണ്. കിടക്കയോടെ കൊണ്ടുവന്നു. എന്നാൽ അവർ തോറ്റുപോയില്ല. അവർ ആ യേശു ഇരിക്കുന്ന വീടിൻ്റെ മുകളിലോട്ട് ഈ തളർന്ന മനുഷ്യനെ കയറ്റി. എങ്ങനെ കയറ്റിയെന്ന് അറിയില്ല. ചരിഞ്ഞ ഓടിൻ്റെ മുകളിലോട്ട്. ഇന്നത്തെ പോലെ വാർക്ക സംവിധാനം ഒന്നുള്ള കാലമല്ല. ചരിഞ്ഞ ഓടിൻ്റെ മുകളിൽ സാധാരണക്കാരന് കയറാൻ പറ്റത്തില്ല. ഈ 4 പേര് കൂടി കയറി. അതുകൂടാതെ ഈ തളർന്ന മനുഷ്യനെ ചരിച്ച് കയറ്റണം. എനിക്ക് തോന്നുന്നു പലരും അതിൻ്റെ പുറകിൽ ശ്രമിക്കുന്നുണ്ട്. 4 പേര് മാത്രമല്ല, ഒരു 40 പേരെങ്കിലും വേണം. ഏതായാലും ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, ആ അയൽക്കൂട്ടംകാർ തന്നെ അതിനുവേണ്ടി ഒരു രംഗത്ത് ഒരു പരിശ്രമം നടത്തി കാണും. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, എൻ്റെ നേതൃത്വത്തിൽ നമുക്കത് ചെയ്യാം, ആരും മാറി തന്നില്ല, സാരമില്ല, നമ്മൾ ഇറക്കിയിരിക്കും. അങ്ങനെ ഓട് പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് യൂദയായിരിക്കും. ഉടനെ ആ ഓടടച്ചു. കാരണം യൂദ ഇരിക്കുന്ന സ്ഥലത്താണ് അവർ ഓട് പൊളിച്ചത്. ഇത് ഏത് സ്ഥലത്താണ് യേശു ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അടുത്തത് പത്രോസ്. പത്രോസിനെ കണ്ട പിള്ളേരും വലിയവരും അടുത്ത് വരില്ല. അതുപോലത്തെ ഒരു മുഖം. വീണ്ടും അടുത്ത സ്ഥലം പൊളിച്ചു. യേശു ഇതിനിടയിൽ പറഞ്ഞില്ല, പൊയ്ക്കൊള്ളുക, നിങ്ങളുടെ വിശ്വാസം വലിയത്. ഇല്ല. യേശു അവനെ
താഴെ ഇറക്കും വരെ മൗനമായിരുന്നു. യേശു ജനങ്ങളോട് സംസാരിച്ചു. ഒടുവിൽ കയറ് കെട്ടി ഈ മനുഷ്യനെ താഴോട്ട് ഇറക്കി. ഏറ്റവും ഒടുവിൽ ആ മുകളിൽ 4 പേര് ഇരിപ്പുണ്ട്. അവര് താഴെയോട്ട് കുനിഞ്ഞ് കിടന്നു നോക്കിയാണ്. അപ്പോഴാ പറയുന്നത്, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ. ഈ മനുഷ്യൻ എല്ലാവരും കാണുക കിടക്കയെടുത്ത് വീട്ടിൽ പോയി. ഇയാൾ വീട്ടിലെത്തി 1 മണിക്കൂറാട്ടെ കഴിഞ്ഞപ്പോഴാണ് മറ്റേ 4 പേര് ഓടുംപുറത്തുനിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നത്. ഇതുപോലെയൊക്കെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പാപങ്ങൾ മോചിക്കുവാൻ കർത്താവിന് അധികാരമുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാപം. എന്താണ് പാപം നിന്റെ വാതുക്കൽ കിടക്കുന്ന അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. മൊബൈൽ അഡിക്ഷനിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, പല ദുർസ്വഭാവത്തിൽ നിന്ന്, കുടുംബ തകർച്ചയിൽ നിന്ന് ഒന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം പാപമാണ്. എന്നാൽ കർത്താവിലോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും ഫ്രീ ആകുകയാണ്. പാപമാണ് കുടുംബ തകർച്ചയ്ക്ക് കാരണം. വഴക്ക്, ബഹളം എല്ലാം പാപമാണ്. മദ്യം, മയക്കുമരുന്ന്, ശരീരത്തെ നശിപ്പിക്കുന്ന എല്ലാം അറുക്കുക, മുടിക്കുക, കൊല്ലുക എന്ന് ചെയ്യുന്ന പിശാചിന്റെ പരിപാടിയാണ്. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കാനാണ്. എത്ര വലിയ പാപമാണെങ്കിലും യെശയ്യാവ് പറയുകയാണ് 1-ാം അധ്യായത്തിൽ, നിങ്ങളെ പാപങ്ങൾ കടും ചുവപ്പായാലും ഞാൻ അതിൽ നിന്ന് വിടുവിക്കും. രക്താംബരം പോലെ ചുവപ്പായാലും അതിൽ നിന്ന് വിടുവിക്കും. വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം. കർത്താവ് വെല്ലുവിളിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഏത് പാപവും ക്ഷമിക്കും. ഇന്നത് കേൾക്കുന്ന ഏത് വ്യക്തിയും യേശുവിനോട് അടുത്താൽ വിശുദ്ധരും സൗഖ്യമുള്ളവരും സമാധാനമുള്ളവരും നല്ല കുടുംബജീവിതമുള്ളവരും ആയി മാറും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് 2 രൂപക്കൂടുണ്ടാക്കി പുൽക്കൂടുണ്ടാക്കാൻ, നമ്മൾ കുറച്ച് പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയല്ല. യേശു വന്നത് ഒരു നക്ഷത്രം നമ്മൾ തൂക്കുവാൻ വേണ്ടിയല്ല, ഒരു പെരുന്നാളിന് വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. രക്ഷകൻ യേശു എന്ന് പേരിടണം. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ ജനം കനാൻ ദേശത്തെത്തി അനുഗ്രഹിക്കപ്പെട്ടു. യോശു എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കും. അപ്പോൾ ദൈവം രക്ഷിക്കുമെന്ന് പേരുള്ള യോശുവയ്ക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ, യോശുവയെ അതുപോലെ ബലപ്പെടുത്തിയ സാക്ഷാൽ ദൈവം വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി പശുത്തൊട്ടിയിൽ കിടക്കുന്നു. ആ വരവാണ് മാനവജാതിയുടെ ജീവിതത്തെ AD BC ആയിട്ട് തിരിച്ചത്. ഇതാണ് സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമെന്ന് ലൂക്ക 2:10 പറയുന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകാനുള്ളത് മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതന്മാർ സുവിശേഷം പറഞ്ഞു. പുറകെ യേശു വളർന്നു വന്നിട്ട് സുവിശേഷം അറിയിച്ചു. ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുടന്മാരെ കാഴ്ച കൊടുക്കുവാൻ. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. 3.5 വർഷം കൊണ്ട് യേശു ചെയ്തത് വിവരിച്ചാൽ ഭൂമിയിലുള്ള ഒരു പുസ്തകത്തിലും ഒതുങ്ങത്തില്ല. അല്ലെങ്കിൽ ഭൂമിയിൽ പുസ്തകങ്ങളെ കൊണ്ട് നിറച്ചാലും തീരത്തില്ലെന്ന്. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അത്രയും അത്ഭുതങ്ങൾ ചെയ്തു. നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ കൊണ്ട് നിറക്കാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. യേശുവിനെ സ്വീകരിച്ചവർക്കായി സ്തോത്രം. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതുതായി കേൾക്കുന്നവർക്ക് ഒരു രക്ഷാവാചകം ചൊല്ലിത്തരാം. അതിങ്ങനെയാണ്: യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണം, എൻ്റെ പാപം ക്ഷമിക്കണം. ഇത് ഏറ്റു പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയും കർത്താവിൻ്റെതായി മാറും.
എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ എല്ലാ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. ആമേൻ. ഈ ചെറിയ പ്രാർത്ഥന ക്രൂശിലെ കള്ളൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കർത്താവ് നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേ. ഉടനെ യേശു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി. അതാണ് ഇത്ര വലിയ രക്ഷ. ഞാൻ ആ പ്രാർത്ഥന ഏറ്റുപറയിപ്പിച്ച ആ പ്രാർത്ഥന നിങ്ങളെ പർദീസയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിത്യത എന്നുള്ളത് നിങ്ങളുടേതായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ക്രിസ്മസ് ദിനം മുതൽ പ്രൈസ് ജനറേഷനിലുള്ളവർ മാത്രമല്ല, ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ ബലമുള്ളവരും സ്വസ്ഥതയുള്ളവരും വിശുദ്ധരുമായി സകല കൃപകളാലും നിറഞ്ഞവരായി തീരട്ടെ. ഇവരുടെ സന്തോഷം എന്നും വർദ്ധിക്കട്ടെ. എന്നും ഇവർക്ക് ക്രിസ്മസ് ആകട്ടെ. എല്ലാ ദിവസവും എല്ലാ നിമിഷവും യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. മുടി
Joy.